നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ, തിരുവനന്തപുരത്ത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോഴേ ഇന്നത്തെ ഒരു ജനറേഷനിൽ കാണുന്നത് പ്രസവിക്കുന്നത് വളരെ ആഗ്രഹമുള്ള കുട്ടികളാണ്. സുഖപ്രസവം ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ തന്നെയാണ്. അല്ലാതെ എല്ലാവർക്കും ഒന്ന് സിസേറിയൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്ക് ഈ ഭയങ്കരമായി വേദന സഹിച്ച് പ്രസവിക്കാനുള്ള ഒരു 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 ഭീതിയും അവരുടെ മനസ്സിൽ കാണും. അവിടെയാണ് നമ്മൾ ഈ വേദനാരഹിതമായ പ്രസവത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. വളരെ നല്ലതാണത്, വളരെ സേഫാണ്, വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് വേദനാരഹിതമായ പ്രസവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പെയിൻലെസ് ലേബർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാത്തിനും പറയുന്നത് നമ്മളിപ്പോൾ ഏത് സർജറിക്കായാലും മരവിപ്പ് കൊടുക്കത്തില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മരവിപ്പ് കൊടുക്കും. ഇവിടെയും നട്ടെല്ലിലേക്ക് മരവിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പിഡ്യൂറൽ അനാൽജസിയ, അതായത് നട്ടെല്ലിൻ്റെ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്, അവിടേക്ക് മരുന്നുകൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ആ ഒരു നമ്മുടെ യൂട്രസും ആ ഒരു താഴെ ഇടുപ്പെല്ലും അങ്ങനെയുള്ള ആ ഏരിയാസിലേക്ക് ഉള്ള നെർവുകളുടെ പ്രവർത്തനം ഒന്ന് മന്ദീഭവിപ്പിക്കുക ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എന്താണെന്ന് വെച്ചാൽ പെയിൻ വരുന്നുണ്ട് ഗർഭിണിക്ക്, യൂട്രസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഗർഭിണി അത് അറിയുന്നില്ല. അറിയാതെ പെയിൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അറിയാതിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്മൂത്തായിട്ട് ലേബർ അങ്ങ് പ്രോഗ്രസ് ചെയ്യും. ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, നമ്മളിപ്പം വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ ആ സ്ത്രീ ഫുൾ ഡയലറ്റേഷൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഒരു ഒരു എന്താ പറയുക, യൂട്രസ് നല്ലതായിട്ട് ഓപ്പണായി പ്രസവിക്കുന്ന സ്റ്റേജിലേക്കൊക്കെ, ഉടൻ പ്രസവിക്കുന്ന സ്റ്റേജിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ ആ ഒരു പെയിൻലെസ് ലേബറിന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ കൊടുക്കാൻ കഴിയുകയില്ല. അതിന് മുമ്പ് ഒന്ന് അനസ്തേഷ്യ ഡോക്ടർമാരാണിത് കൊടുക്കുന്നത്. അവരുടെ ഒരു ഫുൾ പരിചരണം ത്രൂ ഔട്ട് ഡെലിവറി വരെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോടൊന്ന് സംസാരിച്ചിരിക്കണം, ഏത് മരുന്നാണ്, എങ്ങനെയാണ് തരുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതുപോലെ എത്ര നേരം ഈ മരുന്നിൻ്റെ എഫക്റ്റൊക്കെ ശരീരത്തിൽ നിൽക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു അനസ്തറ്റിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതേപോലെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ, ഡയബറ്റീസോ പ്രഷറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഈ ലേബറിൻ്റെ ഒരുപാട് പെയിനിലേക്ക് അവരെ വിടാതെ വളരെ കട്ട് ഷോട്ട് ചെയ്ത് കുറച്ച് പെട്ടെന്ന് പ്രസവിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. സയൻറ്റിഫിക്കലി വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നട്ടെല്ലിലെടുക്കുന്ന മരവിപ്പ് ആയതുകൊണ്ട് അവിചാരിതമായിട്ട് വല്ല നെർവുകളെ എങ്ങാനും ബാധിക്കുകയൊക്കെ ചെയ്താൽ ആ നെർവ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ശരിയായ ഒരു എന്താ പറയുക, ഒരു നന്നായി എപ്പിഡ്യൂറൽ കൊടുക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറുടെ കയ്യിൽ ഇത് ഭദ്രമാണ്, നല്ലൊരു അനസ്തറ്റിസ്റ്റിൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും അവയവങ്ങളിലേക്കോ നാഡികളിലേക്കോ എങ്ങാനും ഇഞ്ചക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തളർച്ചയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇറ്റ് ഈസ് സേഫ് ഇൻ സേഫ് ഹാൻഡ്സ് എന്നുള്ളതാണ്. അതുപോലെ ഒരു അനസ്തേഷ്യ ഡോക്ടറുടെ ഫുൾ പരിചരണം ഡെലിവറി വരെയും ഉണ്ട്. അവർ ഫുൾ ടൈം കൂടെ ഇരുന്ന് ഈ മരുന്നുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരുന്ന് ഇത് നിങ്ങൾക്ക് പെയിൻ അറിയാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാറുണ്ട്. അതും വളരെ നല്ലതാണ്. അത്തരം ഒരു പരിചരണം കിട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജസിയ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സേഫുമാണ്, വളരെ നല്ലതുമാണ്. അതേപോലെ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെലിവറിയിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് ഡെലിവറി ആകാനും ഇത് സഹായിക്കും. ഒരുവിധം യൂട്രസ് ഒന്ന് ഓപ്പണായി ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ലോണം ഈ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ തന്നും കൂടെ കഴിയുമ്പോൾ രണ്ടും പാരലായിട്ട് പോകുമ്പോൾ ഈ എപ്പിഡ്യൂറലും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ആ ലേബർ അങ്ങ് പ്രോഗ്രസ് ചെയ്യും, ഡെലിവറി അങ്ങ് നടന്നു കിട്ടാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും വളരെ ഒരുപാട് നൂതനം എന്നുള്ളതിൻ്റെ അല്ല, എങ്കിലും വളരെയധികം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു എന്താ ലേബർ ഫീൽഡ് അല്ല ഡെലിവറി ആ ഒരു ഏരിയയിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ആളുകൾ വേദനിച്ച് പ്രസവിക്കണം എന്ന് പഴയകാലത്ത് ആളുകൾ പറയുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെ വേദനിച്ച് കഷ്ടപ്പെട്ട് പ്രസവിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ വേദനാരഹിതമായ പ്രസവത്തിൻ്റെ ഓപ്ഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെയും ഒന്ന് രണ്ട് അതർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ചില ഗ്യാസ് ഇൻഹേൽ ചെയ്യുക, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുക. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കുറച്ചുകൂടെ സേഫും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ളത് പെയിൻലെസ് ലേബർ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജസിയ നൽകുന്ന പെയിൻലെസ് ലേബർ തന്നെയാണ്. വളരെ നല്ലൊരു സുഖപ്രസവം, എപ്പോഴും പ്രസവം എന്താ ഒരു നല്ലൊരു ഓർമ്മയായിട്ട്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് പ്രസവം എന്നും അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും പെയിൻലെസ് ലേബർ സഹായിക്കും എന്നുള്ളതാണ്.